10 വർഷം ദീർഘിച്ച പിണറായി ഭരണം അവസാനിച്ചു എന്ന് കരുതി നമ്മുടെ നാട്ടിലെ സഖാക്കന്മാർക്ക് ജോലി ഇല്ലാതായിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഭരണം തീർന്നപ്പോൾ ജോലി ഭാരം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഭരിക്കുന്ന സമയത്ത് നമുക്ക് ഭരിച്ചാൽ മാത്രം മതിയായിരുന്നു. സമരത്തിന് വേണ്ടിയിട്ട് അധിക സമയം ചിലവഴിക്കേണ്ട വന്നില്ല. ഇടക്കൻ തലക്കുമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീനിൽ നടത്തുന്ന അതിക്രമത്തിനെതിരായിട്ട്, അതുമല്ലെങ്കിൽ ട്രംപിൻ്റെ വഴിപഴച്ച നയങ്ങൾക്കെതിരായിട്ടൊക്കെ വല്ലപ്പോഴുമൊക്കെ ഒരു സമരം നടത്തിയാൽ മതി. പിന്നെ അഖില ലോക യുവജന സംഘടനയ്ക്കാണെങ്കിൽ ബ്രസീലിൽ മഴക്കാടുകൾ കത്തുന്നതിനെതിരായിട്ട്, അല്ലെങ്കിൽ ഗോട്ടിമാലയിൽ ഭൂകമ്പം ഉണ്ടായതിനെതിരായിട്ട് ഒക്കെ വല്ലപ്പോഴും ഓരോ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കേരള സർക്കാരിനെതിരായിട്ട് സമരം ചെയ്യാനുള്ള ഒരു സുവർണ അവസരം തെളിഞ്ഞു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വി ഡി സതീശൻ്റെ ധവളപത്രം വന്നതിന് ശേഷം. ഈ ധവളപത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിൽ കഴിഞ്ഞ സർക്കാരിനെതിരായിട്ട് നടത്തിയിട്ടുള്ള കുറ്റാരോപണങ്ങൾ അത് തികച്ചും അസംബന്ധ നിർഭരമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അങ്ങനെ സമരപന്ഥാവിൽ കൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് ഉണ്ടായത്. ഇ ഡിയുടെ റെയ്ഡ് കഴിഞ്ഞ ദിവസം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെതിരെ സഖാക്കൾ വലിയ സമരം നടത്തി. കേന്ദ്ര സർക്കാരിൻ്റെ ഗുണ്ടായുസമാണ്, എൻഫോഴ്സ്മെൻറ്റുകാർ തോന്നിവാസമാണ്. ഇത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെയും അദ്ദേഹത്തിൻ്റെ മകളെയും അപകീർത്തിപ്പെടുത്താനും തദ്വാര ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മൊത്തത്തിൽ അപകീർത്തിപ്പെടുത്താനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇടതുപക്ഷത്തെ തകർക്കുക എന്ന കോൺഗ്രസ് BJP ഐക്യമുന്നണിയുടെ ഉദ്ദേശമാണ് ഇവിടെ നിറവേറുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സഖാക്കൾ എൻഫോഴ്സ്മെൻറ്റുകാർ പോയി കാറ് തല്ലിപ്പൊളിക്കും. അവരുടെ പേരിൽ ജാമ്യമില്ലാത്ത വ്യവസ്ഥയിൽ കേസ് വരികയും പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ആ പാവങ്ങൾ ജാമ്യം നിഷേധിക്കപ്പെട്ട് ഗോതമ്പൂട്ട് കഴിച്ച് ഇപ്പോൾ സബ് ജയിലിൽ അവരുടെ ശരീരം പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സത്യത്തിൽ ഈ അപകടത്തിലേക്ക് വഴിമരുന്നിട്ടത് കേരള ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയിൽ നമ്മുടെ CMRLൻ്റെ ഉടമസ്ഥനായ ശശിധരൻ കർത്താവ് കൊടുത്ത അപേക്ഷ, അന്ന് അതിൽ സ്റ്റേ കൊടുത്തിരുന്നെങ്കിലും ഈ സർക്കാർ മാറി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി സ്റ്റേ വെക്കേറ്റ് ചെയ്തു. ഹർജി തന്നെ തള്ളിക്കളഞ്ഞു. എൻഫോഴ്സ്മെൻറ്റുകാർക്ക് നിരങ്കുശമായി അന്വേഷണം നടത്താം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റുകാർ ഈ വിധി വന്ന ഉടനെ പുലരുവാൻ 7:30 രാവുള്ള സമയത്ത് തന്നെ പിണറായി സഖാവിൻ്റെ വീട് വളഞ്ഞ് അവിടെ പരിശോധന നടത്തി. എൻഫോഴ്സ്മെൻറ്റുകാർ അദ്ദേഹത്തെ പീഡിപ്പിക്കുകയൊന്നും ചെയ്തില്ല. പുള്ളി തന്നെ സമ്മതിച്ചു. മകളുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ചാണ് പരിശോധന നടന്നത്. മകളോട് എന്തൊക്കെയോ ചോദിക്കാതിരിക്കുക എന്തൊക്കെ ചെയ്തു. അതൊന്നും പാർട്ടിയെ ബാധിക്കുന്ന കാര്യമല്ല, സഖാവിനെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മൊത്തത്തിൽ ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് CPM-കാർക്ക് മാത്രമല്ല CPI-കാർക്കും അറിയാം. സഖാവ് ബിനോയ് വിശ്വം ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ പിണറായി സഖാവിൻ്റെ വാടക വീട്ടിൽ ചെല്ലുകയും അദ്ദേഹത്തെ ഐക്യദാർഢ്യം അറിയിക്കുകയും പുറത്തിറങ്ങി വന്ന് എൻഫോഴ്സ്മെൻറ്റുകാർ ചെയ്യുന്നത് ശരിയല്ല, ഇത് CPM പോളിറ്റ് ബ്യൂറോ അംഗത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മൊത്തത്തിൽ കരിവാരി തേക്കാനുള്ള ഒരു കുൽസിത ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. കോൺഗ്രസ്സുകാർ ബുദ്ധിമാന്മാരായതുകൊണ്ട് മിക്കവാറും അവർ ഉള്ളുകൊണ്ട് ഇത് ആസ്വദിച്ചുവെങ്കിലും പുറമേക്ക് ഗുണമായിട്ടോ ദോഷമായിട്ടോ ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും നമ്മുടെ കർത്താവ് അദ്ദേഹം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു. അപ്പീൽ പരിഗണനയ്ക്ക് വന്നു. തൽക്കാലം കർത്താവിനൊന്നും ചെയ്യരുത്, കർമ്മത്തിനും ക്രിയയ്ക്കും ഈ ഉത്തരവ് ബാധകമല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കർത്താവിൻ്റെ അപ്പീലും തള്ളിയിരിക്കുകയാണ്. കർത്താവ് ഇപ്പോൾ നിരാശ്രയനായി നിൽക്കുന്നു. ഈ നല്ല കാലത്ത് അദ്ദേഹത്തിൻ്റെ നിന്ന് പണം മേടിച്ച ആളുകൾ ഇന്നിപ്പോൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നേരിട്ട് വരില്ല. എല്ലാവരും ഉള്ളുകൊണ്ട് അതിൽ ആശങ്കാകുലരാണ്. കാരണം പണം വാങ്ങിയതിൽ വീണ വിജയൻ മാത്രമല്ല, എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. CPM-കാരും CPI-കാരും BJP-കാരും കോൺഗ്രസ്സുകാരും എല്ലാവരും ഉണ്ട്. കോൺഗ്രസ്സിലെ എല്ലാ ഗ്രൂപ്പുകാരും വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കർത്താവിൻ്റെ ലിസ്റ്റിലുണ്ട്. മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ഒരുപാട് നേതാക്കന്മാർ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. വിവിധ സമുദായ സംഘടനാ നേതാക്കന്മാരുണ്ട്, ചില പത്രസ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആകെ കുഴച്ചക്ക പോലെ ആയിരിക്കുകയാണ് ഈ കരിമണൽ കേസ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഫോഴ്സ്മെൻറ്റുകാരെ വഴി തടഞ്ഞ പ്രശ്നം തീരില്ല. നമുക്കാകെ ചെയ്യാവുന്നത് ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുക, കേരളത്തെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാക്കി മാറ്റുക, എന്നിട്ട്
എൻഫോഴ്സ്മെൻറ്റ് CBI മുതലായ അനാവശ്യ സാധനങ്ങളെ പുറത്താക്കുക. രണ്ടാമത്തത് കുറച്ചുകൂടി എളുപ്പമാണെന്ന് വെച്ചാൽ ഹൈക്കോടതിയാണല്ലോ ഇതിനൊക്കെ വഴിമരുന്നിട്ടത്. അതുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുക. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേരള ഹൈക്കോടതിക്ക് മൂർദാബാദ് വിളിച്ചുകൊണ്ട് ഇത് ഇവിടെ തുടരാൻ അനുവദിക്കില്ല. ഹൈക്കോടതിയിലെ ശുംഭന്മാർക്ക് വേറെ പണിയൊന്നുമില്ലെങ്കിൽ അവരതനുസരിച്ചിരിക്കണം. വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുടെ നേരെ അല്ലെങ്കിൽ ജനകീയ നേതാക്കളുടെ നെഞ്ചത്ത് കയറാം എന്നാരും വിചാരിക്കേണ്ട എന്ന രീതിയിൽ പിടിക്കാം. ഇത് രണ്ടും ഒരുപോലെ ഫലപ്രദമായിട്ടുള്ള പരിപാടികളാണ്. എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും കൂടി പരീക്ഷിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജഡ്ജിമാരെ വഴിയിൽ തടയുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ അവരുടെ കാറ് പിക്കറ്റ് ചെയ്യുന്ന ഒരു പരിപാടി, അതുമില്ലെങ്കിൽ അവരെ കാറ് തല്ലിപ്പൊളിക്കുന്ന ഒരു പരിപാടി മിക്കവാറും ഈ ആഴ്ച തന്നെ DYFIയുടെയും SFIയുടെയും ഒക്കെ നേതാക്കന്മാർ കൂടി ആലോചിച്ച് ആരംഭിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഈ ബൂർഷ്വാ കോടതിക്ക് ഇങ്ങനെ തോന്നിയ പോലെ വിരിക്കാനും ജനകീയ നേതാക്കന്മാരെ ബഹുജനമധ്യത്തിൽ അപഹാസ്യരാക്കി അല്ലെങ്കിൽ സംശയത്തിന് ആധാരമാക്കി നിർത്തുന്ന ഒരു ശരിയായ രീതിയല്ല. കോടതികളുടെ പണി ചെയ്താൽ മതി. അതിന് പകരമായിട്ട് മാന്യന്മാരെ അവമാനിക്കുന്ന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് തീരില്ല. സൂചനയാണിത്, സൂചന മാത്രം.